ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ റിയോ പ്ലാന്റ് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ഈ കാണുന്ന റിയോ പ്ലാന്റ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ റിയോ പ്ലാന്റ് മരം സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു മരത്തിൻ്റെ പീസ് ആവശ്യമാണ്. അത്യാവശ്യം ഇതുപോലെ നല്ല തടിയുള്ള ഒരു മരത്തിൻ്റെ കഷ്ണം തന്നെ വേണേ. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ പരന്നും ഇരിക്കണം. ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഉണങ്ങിയ മരത്തിൻ്റെ പീസാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ അടിവശത്ത് ഒരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടി വെക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ചെയ്യുമ്പോൾ മരം പെട്ടെന്ന് വൃത്തികേടായി പോവുകയില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു കവറ് വെച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ശേഷം നമുക്ക് ഒരു റബ്ബർ ബാൻഡ് വെച്ച് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. ഈ റിയോ പ്ലാന്റിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് റിയോ പ്ലാന്റ് മരം സെറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. റിയോ പ്ലാന്റ് പല കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു റോസ് കളർ ടൈപ്പ് റിയോ പ്ലാന്റും ഉണ്ട്, ഒരു യെല്ലോ ടൈപ്പ് റിയോ പ്ലാന്റും ഉണ്ട്. എൻ്റെ കയ്യിൽ ആദ്യം കാണിച്ച ആ സാധാ റിയോ പ്ലാന്റിൻ്റെ ചെടി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ റിയോ പ്ലാന്റിൻ്റെ ഏതൊക്കെ വെറൈറ്റികൾ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഇതിനെ ഒരു ചട്ടിയിലോട്ട് ഉറപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ മണ്ണ് വെച്ച് ഉറപ്പിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമൻറ്റും മണലും കൂടെ കൂട്ടി മിശ്രിതമാക്കി അതിൽ വെച്ച് ഉറപ്പിച്ചാലും മതിയേ. ഞാനിപ്പോൾ മണ്ണ് വെച്ചാണ് ഉറപ്പിക്കുന്നത്. അതാവുമ്പോൾ എളുപ്പത്തിൽ കഴിയുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് മണ്ണ് വെച്ച് ഉറപ്പിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് കല്ലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയേ. ഞാൻ ഈ കല്ല് വെക്കുമ്പോൾ കുറച്ച് ഉറുപ്പും കൂടെ ആ മരത്തിന് കിട്ടിക്കോളും. ഇനി ഞാൻ ഈ മരത്തേൽ കുറച്ച് പച്ച കളർ പെയിൻ്റ് ഒന്ന് പായൽ പോലൊക്കെ ഇരിക്കാൻ വേണ്ടി അടിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച കളർ നമ്മൾ ചില മരത്തിലൊക്കെ കാണത്തില്ലേ, പച്ച കളർ പായൽ പിടിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്നില്ല. പെയിൻറ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പെയിൻ്റ് ഉണ്ടെങ്കിൽ മരത്തിൻ്റെ കഷ്ണം മുഴുവനും ഒരു കാപ്പി കളർ പെയിൻറ് അടിച്ചു കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ മരത്തിൻ്റെ തടിയുടെ അതേ ലുക്ക് തോന്നിപ്പിക്കും. ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. ഇത്രയും വലുപ്പമുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് ഇതിന് ആവശ്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ പഴയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ മുകൾ ഭാഗം വെച്ച് ഞാൻ ഈ റിയോ പ്ലാന്റ് തന്നെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെറിയ ചെറിയ ചതുര ഹോൾസുകൾ വേണം ഇട്ട് കൊടുക്കാൻ. റിയോ പ്ലാന്റിൻ്റെ തണ്ടിന് കുറച്ച് കട്ടി കൂടുതലുണ്ട്. അതുകൊണ്ട് കുറച്ച് വലുപ്പമുള്ള ഹോൾസ് അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയുള്ള ഒരു ഐഡിയ ആണ് ഇത്. ഇനി നമുക്ക് ഒരു കമ്പി എടുത്ത് ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗത്ത് വെള്ളം പോകാൻ വേണ്ടിയാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ നടുഭാഗത്തും ഒരു ഹോൾസ് ഇടണം. അത് നമുക്ക് ആണി അതിലെ കയറ്റാൻ വേണ്ടിയാണ്. ഒരാണി എടുത്ത ശേഷം അതിലോട്ട് നമുക്ക് ഇതുപോലെ കയറ്റി കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മരത്തിൽ ആണി അടിക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ ആണി അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. റിയോ പ്ലാന്റിന് വലിയ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാ മണ്ണിൽ നട്ടാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് റിയോ പ്ലാന്റ്. ഞാനിവിടെ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റിയോ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സുകൾ എടുക്കാം. ഇതുപോലെ ഞാൻ ചെരുവത്തിലൊക്കെ ചെടി നട്ടുപിടിപ്പിക്കാറുണ്ട്.
ഇത് ഉപയോഗിച്ച് കളഞ്ഞ ഒരു ചെരുവമായിരുന്നു. അതിൽ ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് റിയോ പ്ലാന്റ് വെച്ചതാണ്. ഇതിൽ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വളർന്നതാണ്. ഞാൻ ഓരോരോ പോട്ടിലോട്ട് ഇതുപോലെ മാറി മാറി സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ബുഷിനെസ് കുറഞ്ഞു നിൽക്കുന്നത്. എങ്കിലും നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇത് അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് വീണ്ടും ആ ചെരുവം നിറച്ച് ഈ പ്ലാന്റ് കിളുക്കുവേ. അതുപോലെ എളുപ്പത്തിൽ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റിയോ പ്ലാന്റ്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിറച്ചും റിയോ പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്യണം. എങ്കിലേ മരത്തിൻ്റെ ഒരു ലുക്ക് കിട്ടുകയുള്ളൂ. അത്രയും പ്ലാന്റ്സ് എടുത്തിട്ടും അതൊന്നും തികഞ്ഞില്ല. ഞാൻ വീണ്ടും പ്ലാന്റ്സ് കട്ട് ചെയ്തുകൊണ്ട് വന്ന് അതിൻ്റെ താഴെയുള്ള ഹോൾസ് എല്ലാം ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഞാൻ മുഴുവനായിട്ടും കുത്തി കൊടുത്തതിന് ശേഷമുള്ള ലുക്കാണ്. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ശരിക്കും ഒരു മരത്തിൻ്റെ അതേ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. റിയോ പ്ലാന്റിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇത് കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ നമുക്കൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡിലും ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മളിതൊരു ഹാങ്ങിങ് പോട്ടായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ശേഷം നമുക്ക് ഇതുപോലെ ഒരു ത്രെഡ് എടുത്ത് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാനൊരു പ്ലാസ്റ്റിക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കെട്ടിക്കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് രണ്ട് സൈഡിലും ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് മണ്ണ് നിറച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ റീയൂസ്ഡ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഐഡിയ കൂടിയാണ് ഇത്. എന്ത് കിട്ടിയാലും നമുക്ക് ഇതുപോലെയൊക്കെ ഗാർഡനിലോട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടില്ല, ഞാനിവിടെ മുഴുവൻ മണ്ണും നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് റിയോ പ്ലാന്റ് തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. റിയോ പ്ലാന്റ് ഹാങ്ങിങ് ആയി വെക്കാനും നല്ലതാണ്. ഹാങ് ചെയ്തിടുമ്പോൾ ഇതിൻ്റെ പല കളർ റിയോ പ്ലാന്റുകൾ ഉള്ളതിനാൽ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ റോസ് കളറൊക്കെ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ നമുക്ക് മുഴുവനും കുത്തിക്കൊടുത്ത് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. നിങ്ങൾ എന്തായാലും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കണ്ടതിൽ ഏത് ഐഡിയയാണ് കൂടുതൽ ഇഷ്ടമായത് എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത ആ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ഇതുപോലെയൊക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇന്നത്തെ രണ്ട് ഐഡിയകളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം.